സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ പൊന്നുമ്മാന്റെ ദോഷം പൊറുക്കണേ അല്ലാ. എല്ലാവരും അവരവരുടെ ഉമ്മമാരെന്നോർത്തു നോക്ക്. മുത്തുനബി തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉമ്മമാർക്കും ഉപ്പമാർക്കും ദുആ ചെയ്ത് നിങ്ങൾ പ്രാർത്ഥന തുടങ്ങിയാൽ ആ പ്രാർത്ഥന പടച്ചോൻ തട്ടൂല എന്നാണല്ലോ. പടച്ചോനെ ഞങ്ങളെ ഉമ്മച്ചിക്ക് പൊറുക്കണേ അല്ലാ, ഞങ്ങളെ ഉമ്മാക്ക് പൊറുക്കണേ അല്ലാ. എല്ലാവരും അവരവരുടെ ഉമ്മയെ ഒന്ന് മനസ്സിലേക്കൊന്ന് കൊണ്ടുവരൂ. പാവമല്ലേ നമ്മുടെ ഉപ്പമാർ, 10 മാസം ഗർഭം ചുമന്നവരല്ലയോ, വേദനയോടെ പ്രസവിച്ചവരല്ലയോ, കിലോമീറ്ററുകളോളം വാഹനമില്ലാത്ത ഇടങ്ങളിലൂടെ നമ്മെ തോളിലെ നമ്മളെ ഒക്കത്ത് വെച്ച് നടന്നു പോയവരല്ലയോ, രാത്രി മുഴുവനും ഉറക്കമൊഴിഞ്ഞ് താരാട്ട് പാടിത്തന്നവരല്ലയോ. പൊന്നാര റബ്ബേ, ഞങ്ങളും ഉമ്മച്ചിക്ക് പൊറുക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ. സ്വർഗത്തിൽ വലിയ സ്ഥാനം കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ഉപ്പമാരും പാപങ്ങളാണ് അല്ലാ, പൊറുക്കണേ അല്ലാ. ഉപ്പയും ഉപ്പാക്കും സ്വർഗത്തിൽ വലിയ സ്ഥാനം കൊടുക്കണേ അല്ലാ. ഉസ്താദുമാർക്ക് പൊറുക്കണേ അല്ലാ, സ്വർഗത്തിൽ വലിയ സ്ഥാനം കൊടുക്കണേ അല്ലാ. സഹോദരന്മാരെ, നമ്മുടെ ഭാര്യമാരൊന്ന് ഓർത്തു നോക്ക്. മറയുടെ അപ്പുറത്തിരിക്കുന്ന ആ പർദ്ദ ധരിച്ച, മുഖമുക്കന ധരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ടല്ലോ, ഒന്നോർത്തു നോക്ക്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടുജോലി ചെയ്തവരല്ലയോ അവര്, നമ്മുടെ വീട് വൃത്തിയാക്കിയവരല്ലയോ അവര്, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നവരല്ലയോ അവര്, നമ്മുടെ മക്കളെ നോക്കിയവരല്ലയോ അവര്. 1 രൂപ പോലും അവര് ശമ്പളം വാങ്ങിയിട്ടില്ലല്ലോ. എന്റെ ഉപ്പമാരെ, അതിന് പകരം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഈ ദുആ അല്ലാതെ വേറെന്താ ഉള്ളത്? ഞങ്ങളെ ഭാര്യമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. ഐറ്റിങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ സഹോദരിമാരെ നിങ്ങൾ ഇഖ്ലാസോടെ ആമീൻ എടുത്തോളും. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഭർത്താക്കന്മാർക്ക് പൊറുക്കണേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് പൊറുക്കണേ അല്ലാ, പേരമക്കൾക്ക് പൊറുക്കണേ അല്ലാ, മരുമക്കൾക്ക് പൊറുക്കണേ അല്ലാ, ജട്ടാനുജന്മാർക്ക് പൊറുക്കണേ അല്ലാ. എല്ലാവരുടെ ദോഷവും നീ പൊറുക്കണേ അല്ലാ. മരിക്കുമല്ലോ റബ്ബേ, മരിക്കുമല്ലോ. എന്റെ ഉമ്മമാരെ, ഉപ്പമാരെ, ഓരോരുത്തരും മരിക്കുന്ന രംഗൊന്നോർത്തു നോക്ക്. വെള്ളിയാഴ്ച രാവാണല്ലോ, തൗബ ചെയ്ത സരസാണല്ലോ, ദിക്ർ ചൊല്ലിയ സരസാണല്ലോ, മാന്മാരായ മലക്കുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സരസാണല്ലോ, ഔലിയാക്കന്മാരുടെ അറുവാഹുകൾ തിങ്ങി നിൽക്കുന്ന സരസാണല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ മരണമൊന്നോർത്തു നോക്ക്. ഇന്ന് നമ്മൾ മജ്‌ലിസ് കഴിഞ്ഞാൽ വീട്ടിലെത്തി രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നമ്മുടെ റൂഹിനങ്ങ് പിടിച്ചു കഴിയുമ്പോ എന്താ മുത്തുമുഅ്മിനീങ്ങളെ അവസ്ഥ? എന്താണ് മുത്തുമുഅ്മിനീങ്ങളെ അവസ്ഥ? എല്ലാവരും ഒന്ന് നെഞ്ചോട് നേരെ കൈ ഉയർത്തി പിടിക്കുമോ? റബ്ബിനോട് ആമീൻ എടുക്കുമോ? പടച്ചവനെ, ആ സമയം ഞങ്ങൾക്ക് നന്നാക്കി തരണം അല്ലാ. ഈമാനോടുകൂടെയുള്ള മരണമാക്കണേ അല്ലാ. സ്വർഗം കണ്ട് മരിപ്പിക്കണേ അല്ലാ. സ്വർഗത്തിൽ ഞങ്ങളുടെ ഇരിപ്പിടം കണ്ട് മരിപ്പിക്കണം അല്ലാ. ഹൃദയം പടയട്ട മുത്തുമുഅ്മിനീങ്ങളെ, എവിടുന്ന് പടഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എവിടുന്നാ പടയുക? ഇതുപോലൊരു വെള്ളിയാഴ്ച രാവിലെ നമുക്ക് വരുമോന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഹൃദയം പടഞ്ഞോട്ടെ. മരിച്ചിങ്ങനെ കിടക്കണ രംഗൊന്നോർത്തു നോക്കുന്ന ഉമ്മ,
മരിച്ചിങ്ങനെ കിടക്കണ രംഗൊന്നോർത്തു നോക്ക്. ഡൈനിങ് ഹാളിൽ നമ്മെ കടത്തിയിട്ടുണ്ട്. അതാ കണ്ണ് പൂട്ടി തരുന്നുണ്ട്, താടി കെട്ടിത്തരുന്നുണ്ട്, ശരീരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ അഴിച്ചിട്ടുണ്ട്. അതാ ശരീരത്തിലേക്ക് തല മുതൽ കാലിന്റെ അടിഭാഗം മറഞ്ഞു നിൽക്കുന്നൊരു വെള്ളത്തുണി കൊണ്ട് നമ്മുടെ ശരീരം ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട്. പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചിട്ടുണ്ട്. ഉസ്താദേ മരിച്ചു. അവരവരുടെ മരണമെന്നോർത്തു നോക്ക്. ഞാൻ ഓർത്തു നോക്കിയാണ്. പടച്ചവനെ റബ്ബേ അല്ലാ, പള്ളിയിൽ ഉസ്താദനാ മൈക്കെടുത്ത് വിളിച്ചു വരണിന്നാലിന്നവൻ മരിച്ചു. എന്റെ ഉമ്മമാരുപ്പമാരെ വാട്സപ്പിലൂടെ നമ്മുടെ ഫോട്ടോകൾ ഇങ്ങനെ വരുന്നു. നമ്മുടെ കുടുംബങ്ങളും ചങ്ങായിമാരൊക്കെ ഇന്നാലില്ലാഹി എഴുതി വിടുന്നു. അതാ കണ്ടവര് കേട്ടവരിങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരണ്. അരങ്ങൊന്നിങ്ങനെ ഓർത്ത് നോക്കിയാണ്. ഡൈനിങ് ഹാൾ നമ്മളിങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ മുറ്റത്തിലൂടെ കയറി വന്ന്, സിറ്റ് ഔട്ടിലൂടെ കയറി വന്ന് ഡൈനിങ് ഹാളിലേക്ക് കയറി നമ്മുടെ ജനാസയിലേക്ക് ഇങ്ങനെ നോക്കണേ. നമ്മുടെ 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 ജനാസ കണ്ടവരതാ പിരിഞ്ഞു പോകണ്. ചിലരൊക്കെ ഡൈനിങ് ഹാൾ ഇങ്ങനെ നിൽക്കണുണ്ട്. ചിലരതാ സിറ്റ് ഔട്ടിലിരിക്കുന്നുണ്ട്. ചിലരതാ മുറ്റത്ത് വിരിച്ചു വെച്ച കസേരയിലിരിക്കുന്നുണ്ട്. കുറച്ചൊക്കെ അങ്ങനെ കഴിയുമ്പോ കാട്ടുകാരണവന്മാരും കുടുംബങ്ങളൊക്കെ ചേർന്നൊരു ചോദ്യമുണ്ട്. മയ്യത്ത് കുളിപ്പിക്കല്ലേ? വെള്ളവുമായിട്ടതാ കുളിപ്പിക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോകുന്നു. കുളിപ്പിക്കാനുള്ള കട്ടില് കൊണ്ടുപോയിട്ട് വെക്കുന്നു. കുളിപ്പിക്കാനുള്ള ആളുകളതാ റൂമിലേക്ക് കയറുന്നു. മയ്യത്തായിട്ട് കിടക്കുന്ന നമ്മുടെ ജനാസയതാ കുടുംബങ്ങൾ എടുക്കുന്നു. കുളിപ്പിക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോയിട്ട് വെക്കുന്നു. ശരീരത്തിലൂടെ വെള്ളം ഒഴിക്കുന്നു. കുളിപ്പിച്ചു തരാണ്. നീ കൊള്ളില്ല, പോവാനുള്ള നേരമായി. യാത്രയുടെ കുളിയാണ്, യാത്രയുടെ കുളിയാണ്. യാത്ര കുളിയൊക്കെ കഴിഞ്ഞപ്പോ ശരീരത്തിലുള്ള വെള്ളങ്ങളൊക്കെ തോർത്തിയെടുത്തിട്ടുണ്ട്. മൂക്കിലും ദ്വാരത്തിലൊക്കെ പഞ്ഞി വെച്ചിട്ടുണ്ട്. കൈവിരലുകളുടെ ഇടയിൽ പഞ്ഞി വെച്ചിട്ടുണ്ട്. കാലുകളുടെ വിരലുകൾ ഇടയിൽ പഞ്ഞി വെച്ചിട്ടുണ്ട്. കഷ്ണം 3 കഷ്ണം തുണിയിലേക്ക് അതാ പൊതിഞ്ഞിട്ടുണ്ട്. പള്ളിയിലെ മൂല്യാര് വന്നിട്ടുണ്ട്. സിറ്റ് ഔട്ടിലിരുന്നിട്ടുണ്ട്. ഫാത്തിഹ വിളിച്ചിട്ടുണ്ട്. യാസീൻ ഓതുന്നുണ്ട്. ഉമ്മ ഉപ്പ ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ നമ്മുടെ ജനാസ കൊണ്ടുവന്ന് ഡൈനിങ് ഹാള് വെച്ചിട്ടുണ്ട്. നാട്ടിലേതോ ഒരു കാരണവരോ കുടുംബത്തിലേതോ ഒരു കാരണവരോ നമ്മുടെ തലക്കാമ്പുറത്ത് നിന്നിട്ടൊരു ചോദ്യമുണ്ട്. ആരെങ്കിലും കാണാനുണ്ടോ? മയ്യത്തെടുക്കാണിട്ടോ? ഇനി ആരെങ്കിലും കാണാനുണ്ടോ? 10-35 കൊല്ലക്കാലം നമ്മുടെ കൂടെ ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞ എടുക്കൽ എനിക്കൊരു വട്ടം കൂടെ കാണണം എടുക്കാനേ. 2 സ്ത്രീകളുടെ കഴുത്തിൽ ഇങ്ങനെ കൈ വെച്ച് കാല് വെച്ച് വരുന്നുണ്ട് നമ്മെ കാണാൻ. അരങ്ങൊന്നോർത്തു നോക്കടോ, അരങ്ങൊന്നോർത്തു നോക്ക് മുത്തുമുഅ്മിനീങ്ങളെ. കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ച് നമ്മുടെ നെറ്റിത്തടത്തിൽ ചുംബനം ചെയ്തിട്ടുണ്ട്.
അവരുടെ കവിളിൽ നിന്ന് കണ്ണുനീരുകൾ നമ്മുടെ കവിളിലേക്ക് കുറ്റിയിട്ടുണ്ട്. എന്റെ ഉമ്മ ഉപ്പ സഹോദരിയെ പിടിച്ചു മാറ്റിയിട്ടുണ്ട്. മക്കള് വന്നു, പേരമക്കൾ വന്നു, കുടുംബങ്ങൾ വന്നു. എല്ലാവരുടെ കണ്ണിന്നും കണ്ണീരിങ്ങനെ ഒലിക്കാണ്. നമ്മളോ മരിച്ചിങ്ങനെ കിടക്കാണ്. ഒന്ന് നെഞ്ചോട് നേരെ കൈയുയർത്തി പിടിക്കുമോ? അള്ളാനൊന്നോർക്കുമോ? വെള്ളിയാഴ്ച ദുആക്കുത്തരം കിട്ടുന്ന സമയമാണ്. പടച്ചവനായ ആ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ആനന്ദമുള്ള ദിവസമാക്കണേ അല്ലാ, ദിവസമാക്കണേ അല്ലാ, ദിവസമാക്കണേ അല്ലാ, ആനന്ദമുള്ള ദിവസമാക്കണേ അല്ലാ. പടച്ചവനെ റബ്ബേ, എല്ലാവരും ചുറ്റുഭാഗത്തിൽ നിന്ന് കണ്ണുനീരൊഴുക്കുമ്പോ പുഞ്ചിരിച്ച് കടക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതും കഴിഞ്ഞ മയ്യത്ത് കട്ടിലൊക്കെ വന്ന് മയ്യത്ത് കട്ടിലേക്ക് ഞങ്ങളെ മയ്യത്തിനെ കയറ്റി അങ്ങ് വെക്കും. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. അരങ്ങങ്ങനെ ഓർത്തു നോക്ക്. മയ്യത്ത് കട്ടിലേക്ക് നമ്മുടെ മയ്യത്തങ്ങ് വെച്ച് കഴിഞ്ഞാൽ മയ്യത്ത് കട്ടിലിന്റെ രണ്ട് ഭാഗമതാ മക്കള് പൊക്കുന്നേ. ബാക്കിലുള്ള ഭാഗമതാ കുടുംബത്തിൽപ്പെട്ടവര് പൊക്കുന്നേ. അതാ സിറ്റ് ഔട്ടിലേക്ക് മുറ്റത്തിലേക്ക് കയറ്റി. യാത്ര യാത്ര യാത്ര, മടക്കമില്ലാത്ത യാത്ര. അരങ്ങോർത്തുകണേ പോണ്ടങ്ങനങ്ങനങ്ങനങ്ങനെ പോണ്ടേ. ലോ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മയ്യത്ത് കട്ടിൽ ഇങ്ങനെ കിടക്കണ ഓർത്തോക്കിയാണ്. ആൾക്കാരുടെ ചുമരിലേറി പോണത് ഓർത്തോക്കിയാണ്. പഠിച്ചോന യാത്ര ഞങ്ങളുടെ ജീവിതത്തിന് ആനന്ദമുള്ള യാത്രയാക്കണേ അല്ലാ, റാഹത്തുള്ള യാത്രയാക്കണേ അല്ലാ. മലക്കുകളുടെ അകമ്പടി നൽകണേ അല്ലാ, മുതഅല്ലിമീങ്ങളെ നൽകണേ അല്ലാ, സയ്യിദന്മാരെ നൽകണേ അല്ലാ. പള്ളിയിൽ മയ്യത്ത് നിസ്കാരം നിറഞ്ഞ് കവിഞ്ഞൊടുകുന്ന ജനാസ നിസ്കാരമാക്കണേ അല്ലാ. മയ്യത്ത് നിസ്കാരവും കഴിഞ്ഞ ഞങ്ങൾക്ക് വേണ്ടി കുഴിക്കപ്പെട്ട ഖബറിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിട്ട് വെക്കുമല്ലോ. ചിതലും പുഴുക്കളും തവണം പെരുത്തുണ്ടതിൽ സന്തോഷമാണവർ നീ ചെല്ലുന്നതിൽ. കാർഡിൽ റേഷൻ വേണ്ട പോലതിലുണ്ട്. ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്. ആ ഖബറിലേക്ക് നമ്മെ എങ്ങനെ താഴ്ത്തി വെക്കുന്ന രംഗമൊന്ന് ഓർത്തു നോക്ക്. പാവപ്പെട്ടവനും ഒരു വീട്, വലിയ വലിയ മുതലാളിക്കും ഒരു വീട്. ഇന്റെ പച്ചിക്ക് 2 കാറുണ്ട്, 2 ഏക്കർ മണ്ണുണ്ട്, വീടുണ്ട്. ഇന്റെ പച്ചിക്ക് മുതലുണ്ട്, അതുകൊണ്ട് ഞാൻ എന്റെ പച്ചിന്റെ ഖബർ ടൈൽസ് ഇട്ടോട്ടെ. സമ്മതിക്കൂല. മണ്ണില് കിടക്കണം, അവിടെ ഒന്നുമില്ലാതെ കിടക്കണം. അവിടെ ഒന്നുമില്ലാതെ കിടക്കണം. ഫാനില്ല, ലൈറ്റില്ല, ഒരു പുല്ലായ പോലും ഇല്ല. കവിളിനെ മണ്ണിലേക്ക് ഇങ്ങനെ ചേർത്തി വെച്ച് കടത്തൂലേ? എന്തിനാ മുത്തുമോമിനീങ്ങളെ ഈ അഹങ്കാരൊക്കെ? ഇനി നല്ല പോലെ ജീവിക്കണം. നമുക്ക് നല്ല പോലെ പോണ്ടേ? ആ മണ്ണ് പോയിട്ട് നല്ല പോലെ കിടക്കണ്ടേ?
മുടിയൊക്കെ കാൽപാദം വരെ നീണ്ടു കിടക്കുന്ന പൂച്ചക്കണ്ണുകളുള്ള ഇടിനാലം പോലെ ശബ്ദമുള്ള മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണ്ടേ? ഞാൻ ഇന്നു മുതൽ നിസ്കാരം ഖളാകൂല. ഉറപ്പിച്ചു പറയും. എങ്ങനെങ്കിലും പറഞ്ഞാൽ പറ്റൂല. നെഞ്ചത്ത് കൈവച്ച് പറയും. നെഞ്ചത്ത് കൈവച്ച് പറയും. ഞാൻ നിസ്കാരം ഒഴിവാക്കൂല. ഞാൻ കളവ് പറയില്ല. ഞാൻ ഗീബത്ത് പറയൂല. ഞാൻ നമീമത്ത് പറയൂല. ഞാൻ ഒരാളുമായിട്ട് ഇന്നു മുതൽ പിണങ്ങൂല എന്ന് പറയും. പിണങ്ങിയവരുമായിട്ട് ഞാൻ ഇന്ന് തന്നെ നന്നാവെന്ന് പറയും. ഇൻഷാ അല്ലാഹ് പറയും. ഇനി മുതൽ ഞാൻ അങ്ങോട്ട് ജീവിക്കാൻ പോവാണ്. ഇതൊരു ടേണിംഗ് പോയിന്റ് ആവണം. ഇൻഷാ അല്ലാഹ് പറയും. അല്ലാഹു ഞങ്ങളെ നന്നാക്കണം. അല്ലാഹ് മഹ്ശർ എളുപ്പമാക്കണേ. അല്ലാഹ് സിറാത്ത് പാലം നന്നാക്കണം. അല്ലാഹ് സിറാത്ത് പാലത്തിന്റെ മുകളിൽ മിന്നൽ വേഗത്തിൽ ഞങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കടത്തണേ. അല്ലാഹ് ഹബീബാ നബി തങ്ങളോട് ഒന്നിച്ച് സ്വർഗ്ഗം നൽകണേ. അല്ലാഹ് കത്തിയാളുന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെല്ലാവരും നിക്കാത്തെ രക്ഷിക്കണേ. അല്ലാഹ് ഇനി എന്റെ ഉമ്മമാരുപ്പമാരെ ദുആ അവസാനിക്കാൻ ആകെ 3 മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇനി ഈ 3 മിനിറ്റ് ഇതാണ് പ്രധാനപ്പെട്ട 3 മിനിറ്റ്. ആരെങ്കിലും ഇരിക്കണവരുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റാളി. ആരെങ്കിലും ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റാളി. ഈ 3 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കണം. ഇത് മലക്കുകളുടെ ഒരു പ്രത്യേക സാന്നിധ്യമുള്ളൊരു സമയമാണ്. വെള്ളിയാഴ്ച രാവാണ്. ദിക്ർ ചൊല്ലിയ സദസ്സാണ്. തൗബ ചെയ്ത സദസ്സാണ്. മുഅ്മിനീങ്ങളുടെ ഹൃദയം വിങ്ങിപ്പൊട്ടിയ സദസ്സാണ്. ഈ സദസ്സ് നീ 3 മിനിറ്റ് എന്ത് ചെയ്യണമെന്നറിയോ? നമ്മളെ കാര്യമൊക്കെ പഠിച്ചോനോട് ചോദിച്ചോളി. എല്ലാരും ഒറ്റക്ക് ദുആ നോക്കിയണി. നെഞ്ചോട് നേരെ കൈ ഉയർത്തി പിടിച്ചിട്ട് എന്റെ ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ, നമ്മളൊക്കെ വന്ന കാര്യം നമുക്കറിയാലോ. എന്തൊക്കെ ടെൻഷനായിട്ട് ഓരോരുത്തർ വന്നത് ഇല്ലേ? രോഗം കൊണ്ട് വിഷമിക്കുന്നവര് കൂട്ടത്തിലില്ലേ? കടം കൊണ്ട് വിഷമിക്കുന്നവരില്ലേ? വീടില്ലാത്തവരില്ലേ? മക്കളില്ലാത്തവരില്ലേ? കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളവരില്ലേ? ഞാൻ തുടക്കത്ത് പറഞ്ഞ 8 കൊല്ലായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത സഹോദരി പൊട്ടിക്കരഞ്ഞപ്പോ പഠിച്ചോ കൊടുത്തു മക്കളെ. ഒന്ന് കരഞ്ഞോക്കിയാണ് പഠിച്ചോന്റെ മുമ്പിൽ. ആരുടെയൊക്കെ മുമ്പിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ട്? ഉമ്മാന്റെ മുമ്പിൽ കരഞ്ഞില്ലേ? പാപ്പാന്റെ മുമ്പിൽ കരഞ്ഞില്ലേ? കെട്ടിയ പെണ്ണിന്റെ മുമ്പിൽ കരഞ്ഞില്ലേ? എന്റെ ഉമ്മ, നിങ്ങൾ ഭർത്താവിന്റെ മുമ്പിൽ എത്ര കരഞ്ഞിട്ടുണ്ട്? ഒരു വട്ടം പഠിച്ചോന്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞു നോക്കിയാണ്. ഒരു തുള്ളി കണ്ണീര് ഭൂമിയിൽ കുറ്റിച്ചോക്കിയാണ്. അതിന് ഫലം കാണുക തന്നെ ചെയ്യും. ഒറ്റക്ക് ദ്വാരക്കി, എല്ലാം ദ്വാരക്കി, പഠിച്ചോനേന്ന് പറഞ്ഞു ദ്വാരക്കി. ദ്വാരനോടി നിങ്ങളെ കാര്യമൊക്കെ പറയും. എല്ലാവരുടെ കാര്യം പറയും. ഒക്കെ പറയും. ഓരോരുത്തരും പറഞ്ഞോടി റബ്ബേന്ന് പറഞ്ഞ് നമുക്ക് ദ്വാരക്കാനുള്ള സമയം അത്. അതിനു വേണ്ടിയാണ് ഈ നൂർ അജ്മീർ ഇങ്ങനൊരു സംരംഭം ഇവിടെ ഒരുക്കിയത്. പൊട്ടിക്കരയാൻ. കരഞ്ഞോളൂ, അള്ളാഹിനോട് ദ്വാരനോളൂ, ഫലം കാണും. ഓരൊക്കെ ദ്വാരനോളൂ, പഠിച്ചോനോട് ദ്വാരനോളൂ. ഒറ്റക്ക് പറയും. ഓരോരുത്തർ ഒറ്റക്ക് പറയും. എല്ലാ കാര്യം പറയും. എല്ലാ കാര്യം പറയും. എല്ലാ കാര്യം പറഞ്ഞു പഠിച്ചോനെ എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് സമർപ്പിക്കും. ചെറിയ കുഞ്ഞു മക്കൾ കരയാണ്. എന്തിനാ മക്കൾ കരയണെന്നറിയോ? ആ മക്കൾ എടുത്തു നിൽക്കുന്ന ഉമ്മമാര് പൊട്ടി കരയായിരിക്കും. ആ കരയുന്നത് കാണുമ്പോഴാണ് ആ കുഞ്ഞു മക്കൾ കരയണത്. പക്ഷെ ആ കുഞ്ഞു മക്കളുടെ കരച്ചിൽ അള്ളാഹ് കേൾക്കുന്നുണ്ട്. ഈ സദസ്സ് പഠിച്ചോ കൈവെടിയില്ല. കുഞ്ഞു മക്കൾ കരയാണ്. എന്റെ ഉപ്പമാരെ ദ്വാരനോളി. മലക്കൾ ആമീൻ പറയാണ്ട്. ധൈര്യത്ത് ദ്വാരനോളി. മലക്കൾ ആമീൻ പറയാണ്ട്. മഹാന്മാരായ മലക്കൾ ആരൊക്കെ നമ്മെ കൈവടിഞ്ഞാൽ പഠിച്ചോ നമ്മൾ കൈവടിയില്ല. ഒറ്റക്കൊറ്റക്ക് പ്രാർത്ഥിക്കുന്നു.
പഠിച്ചോനെ ഞങ്ങൾ നിൽക്കണേ, ഞങ്ങളെ വിഷമം അവിടെ ഇറക്കി വെക്കാണേ റബ്ബേ. വെള്ളിയാഴ്ച രാവിലെ ഈ നൂറേജിന്റെ 4ാം വാർഷിക യോഗത്തിൽ ഈ മജ്ലിസിൽ ഞങ്ങളെ വിഷമം ഇറക്കി വെക്കാണേ പഠിച്ചോനെ. ഞങ്ങൾ ഇവിടുന്ന് പിരിയാൻ പോവുകയാണ്. ഇനി ഞങ്ങൾ ദേഹത്തേക്ക് ഈ വിഷമം നീ കയറ്റരുത് അല്ലാ. ആമീൻ പറ, ഉറക്കെ പറയ്. വിഷമം നീ തരരുത് റബ്ബേ, കാത്ത് രക്ഷിക്കണം അല്ലാ. ഞങ്ങളുടെ മുറാദുകളൊക്കെ ഞങ്ങൾ ഇവിടെ സമർപ്പിക്കാണ് റബ്ബേ, മുഴുവനും ഹാസിലാക്കി തരണം അല്ലാ. അതേ നൃത്തത്ത് നിൽക്കൂ, വിഷമങ്ങളൊക്കെ നീങ്ങാനും ആരും ഇളകരുത്. അതേ നമ്മളെ വിഷമങ്ങൾ നീങ്ങാൻ, പ്രയാസങ്ങൾ തീരാൻ, ഈ മജ്ലിസ് സ്വീകരിക്കാൻ ഒരു വട്ടം അസ്മാഉൽ ഹുസ്ന ചൊല്ലണം. ഞാൻ ചൊല്ലിത്തരാം. യാ അല്ലാഹു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്, യാ ഖുദ്ദൂസു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ മുഅ്മിനു യാ അല്ലാഹ്, യാ മുഹൈമിനു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ മുതകബ്ബിറു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, യാ ഗഫാറു യാ അല്ലാഹ്, യാ ഖഹാറു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ റസാഖു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ അലീമു യാ അല്ലാഹ്, യാ ഖാബിദു യാ അല്ലാഹ്, യാ ബാസിതു യാ അല്ലാഹ്, യാ ഖാഫിദു യാ അല്ലാഹ്, യാ റാഫിഉ യാ അല്ലാഹ്, യാ മുഇസ്സു യാ അല്ലാഹ്, യാ മുദില്ലു യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ ബസീറു യാ അല്ലാഹ്, യാ ഹക്കമു യാ അല്ലാഹ്, യാ അദ്ലു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ഖബീറു യാ അല്ലാഹ്, യാ ഹലീമു യാ അല്ലാഹ്, യാ അദീമു യാ അല്ലാഹ്, യാ ഗഫൂറു യാ അല്ലാഹ്, യാ ശക്കൂറു യാ അല്ലാഹ്, യാ അലിയു യാ അല്ലാഹ്, യാ കബീറു യാ അല്ലാഹ്, يا حفيظ يا الله، يا مقيت يا الله، يا حسيب يا الله، يا جليل يا الله، يا كريم يا الله، يا رقيب يا الله، يا مجيب يا الله، يا واسع يا الله، يا حكيم يا الله، يا ودود يا الله، يا مجيد يا الله، يا باعث يا الله، يا شهيد يا الله، يا حق يا الله، يا وكيل يا الله، يا قوي يا الله، يا متين يا الله، يا ولي يا الله، يا حميد يا الله، يا محسن يا الله، يا مبدئ يا الله، يا مغيث يا الله، يا محيي يا الله، يا مميت يا الله، يا حي يا الله، يا قيوم يا الله، يا واجد يا الله، يا ماجد يا الله، يا واحد يا الله، يا أحد يا الله، يا صمد يا الله، يا قادر يا الله، يا مقتدر يا الله، يا مقدم يا الله، يا مؤخر يا الله، يا أول يا الله، يا آخر يا الله، يا ظاهر يا الله، يا باطن يا الله، يا والي يا الله، يا متعالي يا الله، يا بر يا الله، يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله، يا مقسط يا الله، يا جامع يا الله، يا غني يا الله، يا مغني يا الله، يا مانع يا الله، يا ضار يا الله، يا نافع يا الله، يا نور يا الله، يا هادي يا الله، يا بديع يا الله، يا باقي يا الله، يا وارث يا الله، يا رشيد يا الله، يا صبور يا الله، يا الله يا الله فرجنا من وباء، يا الله يا الله فرحنا بالنباء، بأسمائك الحسنى انصرنا يا الله، عجلنا بالفتح يا الله يا الله يا الله. فرجنا من وباء، يا الله يا الله فرحنا بالنباء، بأسمائك الحسنى
عجلها بالفتح يا الله يا الله يا الله يا الله فرجنا من ضباب يا الله يا الله فرحنا بالنبات بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله. അതേ നൃത്തത്തിൽ നമുക്ക് പഠിച്ചവനെ നീ സ്വീകരിക്കണം റബ്ബേ. ഇതിനുവേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ചതിന്റെ പ്രവർത്തകർക്ക് നീ ഖൈർ കൊടുക്കണമല്ലോ. ഇതിന് മുന്നിൽ നിന്ന് ഇതിന്റെ കാരണവന്മാർക്ക് ഖൈർ നൽകണം റബ്ബേ. നേതാക്കന്മാർക്ക് ബറക്കത്ത് ചൊരിയണമല്ലോ. അതേ നൃത്തത്തിൽ നോക്കൂ, പ്രത്യേകമായി ശ്രദ്ധിക്കണം. ജനുവരി 12-ാം തീയതി ഖാജ തങ്ങളുടെ ഉറൂസ് മുബാറക്കാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് അധിക പേരും അതിൽ പങ്കെടുക്കുന്നവരാണ്. നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച ഒരു ഏകദേശം അസറിന്റെ സമയത്തേക്ക് നിങ്ങൾ വായക്കാട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നിങ്ങൾ അവിടെ നിന്ന് ബസ് ഉണ്ടാകും നേരെ വായക്കാട്ട്. ആ മജ്‌ലിസും കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ നിങ്ങൾക്ക് എയർപോർട്ടിലേക്ക് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ച് നിങ്ങൾക്ക് ബസ് ഉണ്ടാക്കി തരും. ആ മജ്‌ലിസിൽ നിങ്ങളൊക്കെ പങ്കെടുക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമയം ദീർഘിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇൻഷാ അല്ലാഹ് ഈ കൂടലൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ഞാൻ പറഞ്ഞമാതിരി പറഞ്ഞു വസല്ലല്ലാഹു തആല പറയ് വസല്ലല്ലാഹു തആല വസല്ലമ على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. ما شاء الله. മുക്ക മക്കാം ഉറൂസിന്റെ പോസ്റ്റർ പ്രകാശനമാണ് ഇൻഷാ അല്ലാഹ് ഇതേ വരുന്ന ജനുവരി 19 മുതൽ 26 വരെയാണ് ഇൻഷാ അല്ലാഹ് ഉറൂസ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട വലിയുദ്ദീൻ ഫൈസി ഉസ്താദ് അവറുകളെ ജനുവരി 23-ാം തീയതി വെള്ളിയാഴ്ച രാവ് ഇതുപോലത്തെ ഒരു രാവ് ഇൻഷാ അല്ലാഹ് മുക്ക മക്കാമിൽ ഉസ്താദിന് മക്കാമുകളായിട്ട് നല്ലൊരു ബന്ധം ഇവിടെ ഒന്നും കൂടി ദൃഢമാക്കുകയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് എല്ലാവരും മക്കാം ഉറൂസുമായി സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. മാഷാ അല്ലാഹ് വളരെ മനോഹരമായ ഒരു സദസ്സിനാണ് നമ്മൾ സാക്ഷിയായത്. ഈ സുദന ഗ്രൗണ്ട് നിറഞ്ഞു കവിയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. മാഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് ഷാ മൻതൂർ അവരുടെ അധ്യക്ഷതയിൽ നടന്ന അതിമനോഹരമായ സദസ്സിന് നമ്മള് മാഷാ അല്ലാഹ് എല്ലാവരും സാക്ഷികളായി. ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും കൺമണിയായിട്ടുള്ള ബഹുമാന്യനായ ഇക്ബാൽ ബാളില അവറുകൾ ഉസ്താദ് പറഞ്ഞ പോലെ പുത്തൂരിന്റെ മുത്തല്ല, കർണാടകയുടെ മുത്താണ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു ലീഡറായി എല്ലാവർക്കും മാതൃക ഒരു യുവാവായി മാറട്ടെ എന്ന് ഈ അവസാന നിമിഷത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മാഷാ അല്ലാഹ് ഈ പരിപാടിയുമായിട്ട് ധാരാളമാണ് എല്ലാ വിഷയത്തിലും സഹകരിച്ചതിൽ വളരെ സന്തോഷത്തോടെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഇവിടെ അവരുകള് ബാക്കി കാര്യങ്ങൾ ಎಲ್ಲರಿಗೂ ಕೂಡ ಕೃತಜ್ಞತೆಗಳು. ಪ್ರತ್ಯೇಕವಾಗಿ ಸ್ತ್ರೀಯರು ನಿಮ್ಮಲ್ಲಿ ಕ್ಷಮೆಯನ್ನ ಕೇಳುತ್ತಾ ನಿಮಗೆಲ್ಲರಿಗೂ ಕೂಡ ಧನ್ಯವಾದಗಳು. ಜೊತೆಗೆ SKECR ಮೀಡಿಯಾ ಟೀಮಿಗೆ ನಿಮಗೂ ಕೂಡ ತುಂಬಾ ಧನ್ಯವಾದಗಳು. ಕಾರಣ ನಿಮ್ಮ ಮೀಡಿಯಾ ಟೀಮ್ ಅಚ್ಚುಕಟ್ಟಾಗಿ ಸೇವೆಯನ್ನು ನಿರ್ವಹಿಸಿದ್ದಾರೆ. ತಾಜ್ ಸೌಂಡ್ಸ್ ದಾವೂದ್ ನಿಮ್ಮನ್ನು ಕೂಡ ಎಲ್ಲ ರೀತಿಯಲ್ಲೂ ಕೂಡ ಪ್ರಶಂಸಿಸುತ್ತೇವೆ. ಕಾರಣ ಒಳ್ಳೆಯ ಮೈಕ್ ಸೆಟ್ ಅನ್ನು ಕೊಟ್ಟು ಈ ಕಾರ್ಯಕ್ರಮದ ಯಶಸ್ಸಿಗೆ ರಂಗನ್ನ ನೀಡಿದ್ದೀರಿ. ಜೊತೆಗೆ ಸ್ತ್ರೀಯರು ವಾಲಂಟಿಯರ್ಸ್ ಸಂಜೆಯಿಂದ ಈ ತನಕ ನೀವು ಭಯಪಡಬೇಡಿ, ನಿಮಗೆ ಉಸ್ತಾದರವರು ದುವಾ ಮಾಡ್ತಾರೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ರಸ್ತೆಗಳಲ್ಲಿ ನಮ್ಮ ಸ್ವಯಂ ಸೇವಕರು ಹೆಸರನ್ನ ಗಳಿಸದೆ ಈ ರಸ್ತೆಯುದ್ದಗಳಕ್ಕೂ ಕೂಡ ನಮ್ಮ ಜವಾನರು ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ದುಡಿಯುತ್ತಿದ್ದಾರೆ. ನಿಮಗೆಲ್ಲರಿಗೂ ಕೂಡ ದುವಾ ಇದೆ. ನೀವು ಯಾರು ಕೂಡ ಟೆನ್ಷನ್ ತಗೋಬೇಡಿ. ಕಾರಣ ನಾಳೆಯ ಬೆಳಗ್ಗಿನ ಮಜ್ಲಿಸಲ್ಲಿ ನಿಮಗೆ ಪ್ರತ್ಯೇಕವಾಗಿ ದುವಾವನ್ನು ಉಸ್ತಾದ್ ಮಾಡಲಿದ್ದಾರೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ಪೊಲೀಸ್ ಅಧಿಕಾರಿಗಳು ಎಷ್ಟು ಹೊತ್ತಾದರೂ ಕೂಡ
ನಮ್ಮ ಜೊತೆ ಕೈ ಜೋಡಿಸಿದ್ದಾರೆ. ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಅದೇ ರೀತಿಯಲ್ಲಿ ಈ ಕಾರ್ಯಕ್ರಮದ ಚಾಣಕ್ಯ ಅಶ್ರಫ್ ಶಾ ಮಂತೂರ್ ಹೇಗೆ ಸೆಲ್ಯೂಟ್ ಹೊಡಿಬೇಕಂತ ಗೊತ್ತಿಲ್ಲ. ಸರ್ ನಮ್ಮ ಜೊತೆಗೆ ಬೆನ್ನೆಲುಬಾಗಿ ನಿಂತಿದ್ದೀರಿ, ನಿಮಗೂ ಕೂಡ ಧನ್ಯವಾದಗಳು. ಅದೇ ರೀತಿಯಲ್ಲಿ ಪಕ್ಕದಲ್ಲಿ ಹಿಂದೂ ಸಹೋದರ ಧರ್ಮೀಯರು ನಮಗೆ ಪಾರ್ಕಿಂಗ್ ವ್ಯವಸ್ಥೆಗಳನ್ನು ಮಾಡಿಕೊಟ್ಟಿದ್ದಾರೆ, ನಿಮಗೂ ಕೂಡ ನಾವು ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸುತ್ತೇವೆ. ಈ ವಿಶಾಲವಾದ ಶಾಲಾ ಮೈದಾನವನ್ನು ಕೊಟ್ಟಂತಹ ಸುದಾನ ತಂಡಕ್ಕೂ ಕೂಡ ನಾವು ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇವೆ. ಆಮೇಲೆ ಖಜಾಂಜಿಯಾದಂತಹ ನೂರ್ ಮೊಹಮ್ಮದ್ ಮರೆಯುವಂತಿಲ್ಲ, ನಿಮಗೆಲ್ಲರಿಗೂ ಕೂಡ. ಅದೇ ರೀತಿಯಲ್ಲಿ ಶುಕುರ್ ಹಾಜಿ ಅವರಿದ್ದಾರೆ, ಮಜ್ಜಿದ್ ದಾರಿಮಿ ಅವರಿದ್ದಾರೆ, ಇರ್ಷಾದ್ ಫೈಜಿ ಅವರಿದ್ದಾರೆ, ಆಮೇಲೆ ನಮ್ಮ ಅನೀಫ್ ಬಗ್ಗುಮೂಲೆ ಅವರು, ಅಶ್ರಫ್ ಕಲ್ಲಗರ್ ಅವರು, ಅದೇ ರೀತಿಯಲ್ಲಿ ಹಲವಾರು ವ್ಯಕ್ತಿಗಳು, ಎಲ್ಲರಿಗೂ ಕೂಡ ಧನ್ಯವಾದಗಳನ್ನು ಸಮರ್ಪಿಸುತ್ತಾ ವಾಲಂಟಿಯರ್ಸ್ ನೀವು ಈ ಕಾರ್ಯಕ್ರಮದ ಬಳಿಕ ವೇದಿಕೆಗೆ ಬರಬೇಕು. ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಈ ಕಾರ್ಯಕ್ರಮದ ಸ್ವಾಗತ ಸಮಿತಿ ಯಾವಾಗ ಅಂತ ಹೇಳಿ ನಿಮಗೆ ತಿಳಿಪಡಿಸುತ್ತೇವೆ. ಎಲ್ಲರಿಗೂ ಕೂಡ ಇನ್ನು ರಸ್ತೆ ಒಮ್ಮೆ ಸ್ವಯಂ ಸೇವಕರು ರಸ್ತೆ ಕಡೆ ಹೋಗಿ ದಯವಿಟ್ಟು ನಿಮ್ಮಲ್ಲಿ ಕಳಕಳಿಯಿಂದ ವಿನಂತಿ. ಕಾರಣ ಇಷ್ಟೊತ್ತು ಬೆಂದು ನೊಂದು ನಮ್ಮ ಜೊತೆಗೆ ಕೈ ಜೋಡಿಸಿದ್ದೀರಿ. ಕೊನೆಯ ಕ್ಷಣಗಳಲ್ಲಿ ಆ ವಾಹನಗಳು ಸಂಚರಿಸುವುದಕ್ಕೆ ನೀವು ಅವಕಾಶವನ್ನು ಮಾಡಿಕೊಡುವುದಾದರೆ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಅದಾಗಿರುತ್ತದೆ ಕಾರ್ಯಕ್ರಮದ ಯಶಸ್ವಿನ ರಂಗು. ಸ್ವಯಂ ಸೇವಕರೇ, ನೀವೆಲ್ಲರೂ ಕೂಡ ಈ ಸಮುದಾಯದ ಜವಾನರು, ನಿಮ್ಮನ್ನು ನಾವು ಜೊತೆಯಾಗಿ ಕೈ ಜೋಡಿಸಿ ಕರ್ಕೊಂಡು ಹೋಗ್ತೇವೆ. ನೀವು ವಾಲಂಟಿಯರ್ಸ್ ಆಗಿ ಸೇವೆಯನ್ನು ನೀಡಿ. ಅದೇ ರೀತಿಯಲ್ಲಿ ಅಲ್ಲಿ ವಾಲಂಟಿಯರ್ಸ್ ಚೇರ್ಸ್ ಅನ್ನು ಸೆಟ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಇವರೆಲ್ಲರೂ ಕೂಡ ಯಾರು? ಈ ಸಮುದಾಯಕ್ಕಾಗಿ ಹೆಸರನ್ನ ಹೇಳದೆ, ಹೆಸರನ್ನ ಕೇಳದೆ ಪ್ರತ್ಯೇಕವಾಗಿ ಸೂಪಿ ಬಪ್ಪಳಿಗೆ ನನಗೆ ಹೇಳದಿರ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ಇವತ್ತು ಎಲ್ಲರಿಗಿಂತಲೂ ಅವಾರ್ಡ್ ಕೊಡಬೇಕಾದದ್ದು ಅವರು. ಬೆಳಿಗ್ಗೆ 9 ಗಂಟೆಯಿಂದ ಈ ತನಕವೂ ಕೂಡ ಈ ಮೈದಾನದಲ್ಲಿ ಕಾಲಿಗೆ ಚಕ್ರ ಕಟ್ಟಿ ಹೊರಳುವಂತಹ ಯುವಕ, ಅಲ್ಲಾಹು ಅದನ್ನು ಕಬೂಲಿಯತ್ ಮಾಡಲಿ. ಅವರೆಲ್ಲರಿಗೂ ಕೂಡ ಉಸ್ತಾದರಿಂದ ದುವಾ ಮಾಡ್ಲಿಕ್ಕಿದ್ದಾವೆ. ಅಳಕೆ ಮಜಲ್ ಅಶ್ರಫ್ ರವರು ಕೂಡ ಇದ್ದಾರೆ. ಆಮೇಲೆ ನೂರುದ್ದೀನ್ ಸಾಲ್ಮರ್ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಅಂದಿನಿಂದ ಇವತ್ತಿನ ತನಕವೂ ಕೂಡ ನನಗೆ ಪರ್ಸನಲ್ ಆಗಿ ಬಂದು ಸಹಕರಿಸಿದಂತಹ ವ್ಯಕ್ತಿ. ಅದೇ ರೀತಿ ಎಲ್ಲರಿಗೂ ಕೂಡ ನಾನು ಯಾರನ್ನು ಕೂಡ ಮರೆಯುವುದಿಲ್ಲ. ಶಾಫಿ ರಂಜರ್ ಅವರಿದ್ದಾರೆ. ಆಮೇಲೆ ಮತ್ತೆ ಸ್ತ್ರೀಯರಿಗೆ ವಾಲಂಟಿಯರ್ಸ್ ಎಲ್ಲಾದ್ರೂ ಚೇರ್ ಸೆಟ್ ಮಾಡ್ಲಿಕ್ಕೆ ಆಗುದಾದ್ರೆ ಸೆಟ್ ಮಾಡಿ, ಅಥವಾ ನಮ್ಮ ಸ್ವಯಂ ಸೇವಕರು ಚೇರ್ ಗಳನ್ನ ಸೆಟ್ ಮಾಡಬಹುದು. ಆಮೇಲೆ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಎಲ್ಲರೂ ಕೂಡ ಸಹಕರಿಸುವಂತ ವಿನಂತಿ. ಶರೀಫ್ ಮುಕ್ರಂಬಾಡಿ, ಅಸೈನಾರ್ ಬಣಾರಿ ಇವತ್ತು ಸಂಪೂರ್ಣವಾಗಿ ಬೆಳಗಿನಿಂದ ಸಹಕರಿಸಿದ್ದಾರೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ವರ್ಕಿಂಗ್ ಕಾರ್ಯದರ್ಶಿ ನಮ್ಮ ಯುವಕರ ಆವೇಶ ಮೋಡು ಬಪ್ಪಳಿಗೆ ಅವರಿಗೂ ಕೂಡ ನಾವು ಕೃತಜ್ಞತೆಯನ್ನ ಸಲ್ಲಿಸುತ್ತೇವೆ. ಸಿದ್ದೀಕ್ ಬೀಟಿಗೆ, ಆಮೇಲೆ ನಮ್ಮ MS ಹಮೀದ್ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಅವರನ್ನ ಯಾವತ್ತೂ ಕೂಡ ನಮಗೆ ಮರಿಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ. ಬಾಳಿಲ ನೂರೇ ಅಜ್ಮೀರ್ ಅದು ನಮ್ಮ ಮಜ್ಲಿಸ್ ಅಂತ ಹೇಳಿ ಅಂದಿನಿಂದ ಇವತ್ತಿನ ತನಕ ನಮ್ಮ ಜೊತೆ ಸಹಕರಿಸಿದ MS ಹಮೀದ್ ಸರ್, ನಿಮಗೂ ಕೂಡ ಕೃತಜ್ಞತೆಗಳು. ಸ್ತ್ರೀಯರೇ, ಈ ಹೊತ್ತು ತನಕ ನೀವು ವಾಲಂಟಿಯರ್ಸ್ ಆಗಿ ಸೇವೆಯನ್ನು ನೀಡಿದಿರಿ. ಪ್ರತ್ಯೇಕವಾಗಿ ರೆಂಜಲಾಡಿ ಇಸ್ಲಾಮಿಕ್ ಸೆಂಟರ್ ಅಲ್ಲಿಯ ವಿದ್ಯಾರ್ಥಿಗಳು, ಸಣ್ಣ ಮುತಅಲ್ಲಿಮ್ ವಿದ್ಯಾರ್ಥಿಗಳು ಕಾರ್ಯಕ್ರಮದ ಆರಂಭದಿಂದ ಇಲ್ಲಿಯ ತನಕವೂ ಕೂಡ ನಮ್ಮ ಜೊತೆಗೆ ಸಹಕರಿಸಿದಂತಹ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ನಾವು ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸುತ್ತೇವೆ. ಆಮೇಲೆ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಯಾದಂತಹ UP ಬಶೀರ್ ಬೆಳ್ಳಾರಿ, ಆಮೇಲೆ LT ರಜಾಕ್ ಹಾಜಿ, ಜಲೀಲ್ ಬಲ್ನಾಡು, ಆಸಿಫ್ ಹಾಜಿ ತಂಬುದಡ್ಕ, ಆಮೇಲೆ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ನನ್ನೆಲ್ಲರ ಆತ್ಮೀಯ ನಾಯಕ ಮಿತ್ರನಾದಂತಹ ಇಬ್ರಾಹಿಂ ಕಡವ, ನಾನು ಕೊನೆ ತನಕ ಇರ್ತೀನಿ ಅಂತ ಹೇಳಿ ನನ್ನ ಜೊತೆ ಕೈ ಜೋಡಿಸಿಕೊಂಡು ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಸಜೀವವಾಗಿ ಕಾರ್ಯಾಚರಿಸಿದ ಇಬ್ರಾಹಿಂ ಕಡವ ಸರ್, ನಿಮ್ಮನ್ನು ಕೂಡ ನಾವು ಗುರುತಿಸಿದ್ದೇವೆ. ಹಮೀದ್ ಪೆರ್ಲಾ, ಸಿದ್ದೀಕ್ ಸುಲ್ತಾನ್ ಸೇರಿದಂತೆ ಎಲ್ಲರನ್ನು ಕೂಡ ಪ್ರತ್ಯೇಕವಾಗಿ ನಿಜಾಮುದ್ದೀನ್ ಬಾಳಿಲ, ನಾಸಿರ್ ಪೆರ್ಲಂಬಾಡಿ ಅವರೆಲ್ಲ ಪ್ರಶಸ್ತಿಯನ್ನ ಪಡೆಯುವವರಲ್ಲ, ಈ ಕಾರ್ಯಕ್ರಮದ ಯಶಸ್ಸಿನ ರೂವಾರಿಗಳು. ಅದೇ ರೀತಿಯಲ್ಲಿ ಅಬೂಬಕರ್ ಮುಳಾರ್, ಹಮೀದ್ ಮಣಿಲ, ಎಲ್ಲರಿಗೂ ಕೂಡ ನಾವು ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸುತ್ತೇವೆ. ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಇಲ್ಲಿಗೆ ಕಾರ್ಯಕ್ರಮವನ್ನು ಮುಕ್ತಾಯಗೊಳಿಸುತ್ತೇವೆ. ಒಂದು ಒಳ್ಳೆಯ ಮೊಬೈಲ್
ಒಂದು ಕವರ್, ಒಂದು ಬಾಕ್ಸ್ ಇಲ್ಲಿದೆ. ಆಂಪ್ಲಿಫಿಕೇಶನ್ ಎನ್ನುವಂತಹ ಒಂದು ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಈ ಕಾರ್ಯಕ್ರಮದ ಕೊನೆಯಲ್ಲಿ ನೀವೆಲ್ಲರೂ ಕೂಡ ಸ್ವಯಂ ಸೇವಕರು ವೇದಿಕೆ ಹತ್ರ ಬರಬೇಕು. ಆಮೇಲೆ ಅಲ್ಲಿ ಬಕೆಟ್ ಗಳನ್ನ ವೇದಿಕೆಗೆ ತಂದುಕೊಂಡು ಸಂಘಟಕರು ಇಲ್ಲೇ ಅದನ್ನ ಲೆಕ್ಕಾಚಾರ ಮಾಡಿಕೊಂಡು ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಸ್ವಾಗತ ಸಮಿತಿಯನ್ನ ವಿರಮಿಸುವ ಸಮಯವನ್ನ ಹೇಳುತ್ತೇವೆ. ಇಲ್ಲಿಗೆ ಮುಹಮ್ಮದ್ ನಾಸಿರ್ ಅವರದೊಂದು ಬಾಕ್ಸ್ ಇಲ್ಲಿ ಬಾಕಿಯಾಗಿದೆ. ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಇಲ್ಲಿಗೆ ಈ ಕಾರ್ಯಕ್ರಮವನ್ನ ಮುಕ್ತಾಯಗೊಳಿಸುತ್ತಿದ್ದೇವೆ. ಬಿಫضಲಿ ಸಲ್ಲಲ್ಲಾಹು ಅಲಾ ಮುಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ, ಸಲ್ಲಲ್ಲಾಹು ಅಲಾ ಮುಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ. ಅಲ್ಲಾಹುಮ್ಮ ಸಲ್ಲಿ ಅಲಾ ಮುಹಮ್ಮದ್ ಯಾ ರಬ್ಬಿ ಸಲ್ಲಿ ಅಲೈಹಿ ವಸಲ್ಲಂ. ಅನೂಫ್ ಎನ್ನುವಂತಹ ಸಣ್ಣ ಹುಡುಗ ಎಲ್ಲಿದ್ರು ಕೂಡ ವೇದಿಕೆಗೆ ಬರಬೇಕು. ನಿಮ್ಮ